ചേട്ടാ നമസ്കാരം. ബ്രിട്ടനിലെ കലാപത്തിനു പിന്നാലെ ഇപ്പോ വേറൊരു രാജ്യം കൂടെ കുടിയേറ്റ ജനതയെ അടിച്ചു പുറത്താക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. വേറൊരു രാജ്യവും, അത് വേറെ ആരുമല്ല, നമ്മുടെ ജർമ്മനിയാണ്. കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടന്നു. സിറിയയിൽ IS വരെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരാൾ കത്തി ആക്രമണം ജർമ്മനിയിൽ നടത്തിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ഇത് ജർമ്മൻ ജനതയെ വളരെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ജർമ്മനി വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു. അവരിപ്പോൾ വലിയ രീതിയിലുള്ള നിയമങ്ങളിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് യൂറോപ്പിന് ഈ ഗതി? ആദ്യത്തെ ചോദ്യം. ഈ യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഈ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നുണ്ട്. അതിപ്പോ പുതിയതായിട്ടല്ല, അവർ ഒരുപാട് കാലങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് രണ്ട് കാര്യങ്ങളിലാണ് അത് ചെയ്യുന്നത്. ഒന്ന്, അവര് ഈ എല്ലാവരെയും ഒരു സമന്മാരായി കാണുന്നു. അഭയാർത്ഥികളായ സഹായം ചോദിച്ചു വരുന്നവരെ സ്വീകരിക്കുന്ന ഒരു നയമാണ് തങ്ങളുടേതെന്ന് പറയുമ്പോഴും ഈ അഭയാർത്ഥികളായി ഉം, വരുന്നവരുടെ പേരിൽ അവർക്ക് ഒരു വലിയ രീതിയിലുള്ള ഫണ്ടുകളും ഈ രാജ്യങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും അത് വാർത്തകൾ ഇടം പിടിക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഇവരുടെ പുനരധിവാസവും മറ്റുമായിട്ട് മറ്റു രാജ്യങ്ങൾ ഇവർക്ക് നൽകുന്ന ഫണ്ടുകൾ, അതുപോലെ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ആ ഓർഗനൈസേഷൻസ് ഇവർക്ക് നൽകുന്ന ഫണ്ടുകൾ ഒരു വലിയ രീതിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യുദ്ധമായാലും സമാധാനമായാലും കച്ചവടം കച്ചവടം തന്നെയാണ്. അത് നമ്മൾ പറയാതെ പോകുന്നത് ഉം, ശരിയല്ല. അതിന്റെ ഒരു ഭാഗം അത് ഉം, തന്നെയാണ്. ഇത് ഒരു സൈഡാണ്. മറ്റൊരു സൈഡ് ഇവരെ കുടി ഇരുത്തുക എന്നുള്ള ഒരു ഭാഗമാണ്. അത് യൂറോപ്പിൽ വല്ലാതങ്ങ് പെരുകി. അതിന്റെ ഒരു കൗതുകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ, ഈ ജർമ്മനിയിൽ നടന്ന ഒരു സംഭവം അതോടെ ഉം. പറയുമ്പോഴേ ഈ കുടിയേറ്റക്കാർ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. കുടിയേറി ഒരു അഭയാർത്ഥികളെ കണക്ക് വരുന്നവർ പിന്നീട് ആതിഥേയരായി മാറി പിന്നെ അക്രമകാരികളാകുന്ന ഒരു കാഴ്ചയാണ് യൂറോപ്പിൽ കാണാൻ കഴിയുന്നത്. അത് എങ്ങനെയാണെന്ന് രസകരമായിരിക്കും. ഈ ജർമ്മനിയിൽ ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പം ധനുഷിന് ഉം, മനസ്സിലാകും എങ്ങനെയാണ് ഈ ഉം, കുടിയേറിയവര് അവിടുത്തെ ആധിപത്യ സ്ഥാപനം. നമ്മുടെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പോയ ഒരു സമയമുണ്ട്. അവരുടെ എല്ലാ കെട്ടും പാണ്ടും ഒക്കെ എടുത്തുകൊണ്ട് അവര് പോയിരുന്നു അവിടെ. അങ്ങനെ അതിനുശേഷമാണല്ലോ ഉം. താലിബാൻ ഭരണത്തിൽ വരുന്നത്. അപ്പൊ പോയ സമയത്ത് ഈ അഫ്ഗാനികൾ ഒരുപാട് പേര് ഈ അമേരിക്കയിലേക്ക് കുടിയേറാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിന്റെ വീലിലൊക്കെ തൂങ്ങിക്കിടന്ന ചിത്രമൊക്കെ അത് ഭയങ്കര വൈറലായിരുന്നു. അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഫ്ലൈറ്റ് ഇടിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ കയറുന്ന ഫ്ലൈറ്റിന്റെ വേൾഡ് ചിറകിലൊക്കെ. ഫേമസ് അപ്പൊ ആയിരുന്നു. ഈ ഫ്ലൈറ്റിൽ വേൾഡ് നിന്ന് താഴെ ഫേമസ് വീഴുന്നു. ആയിരുന്നു. അത് വീഴുന്നു. അപ്പൊ ഇവരിൽ കുറെ അധികം പേരെ അമേരിക്ക കൊണ്ടുപോയിരുന്നു രക്ഷപ്പെടുത്താൻ വേണ്ടി. അതായത് അമേരിക്ക കൊണ്ടുപോയ ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ കൂടുതലും പേര് ഈ അമേരിക്കയുടെ സാമന്തന്മാരായിട്ട് നിന്ന അഫ്ഗാനികളെയാണ് കൂടുതൽ കൊണ്ടുപോയത്. അവരുടെ ഈ ഒഫീഷ്യൽ വർക്ക് ചെയ്യുന്നവർ, അവരുടെ കുടുംബങ്ങള്, അവരുടെ മറ്റു ജോലികൾ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉപരിഷ്ടം. ഇവരെ കൊണ്ടുപോയിട്ട് അമേരിക്ക ചെയ്ത പണി ഈ ജർമ്മനിയിൽ കൊണ്ടുവന്നിട്ട് ഇവരെ താൽക്കാലികമായ ഒരു സ്റ്റേ കൊടുത്തു. അമേരിക്ക പറഞ്ഞത് തങ്ങൾക്ക് അവിടെ ഒരു സെറ്റിൽമെന്റ് ആകുന്നവരെ ഇവരെ തൽക്കാലം ഇവിടെ ഒന്ന് താമസിപ്പിക്കണം എന്ന് പറഞ്ഞു. ഉം. അങ്ങനെ ജർമ്മനി ഒരു എയർപോർട്ട്, അവിടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു എയർപോർട്ട് ഈ അഭയാർത്ഥി ക്യാമ്പാക്കി മാറ്റി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓ. അഭയാർത്ഥി ക്യാമ്പാക്കി മാറ്റി. ഉം, അപ്പോ ഉം, അമേരിക്ക പറഞ്ഞിരിക്കുന്നത് 3 ആഴ്ചക്കുള്ളിൽ ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകാം, അതുവരെ ഒന്ന് ജസ്റ്റ് സ്റ്റേ ചെയ്യിക്കണം. സ്വാഭാവികമായ ഒരു മാനുഷിക പരിഗണന, യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്, സ്വാഭാവികമായി അവരത് ചെയ്തു. പിന്നീട് അവിടെ സംഭവിച്ചത്, അമേരിക്ക ഈ 3 ആഴ്ച കഴിഞ്ഞിട്ടും ഇവരെ കൊണ്ടുപോകാൻ വന്നില്ല. പിന്നീട് ഉം. കേൾക്കുന്ന ഈ വാർത്ത എങ്ങനെ പുറത്തെത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാല് വളരെ രസകരമാണ്. ഈ ഏഹ്, വന്നവരൊക്കെ വന്ന സ്ത്രീകളെല്ലാം ഗർഭിണികളായി, ഭൂരിപക്ഷം ആ. പേരും ഈ ഉം, ക്യാമ്പിൽ കിടന്ന്. ജർമ്മനിയുടെ നിയമം അനുസരിച്ച് ഗർഭിണികളായവരെ അവിടെ നിന്ന് ഈ അഭയാർത്ഥികളാണെങ്കിൽ അവരെ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഈ ഉം, ഗർഭിണികളായവർക്ക് എല്ലാ ട്രീറ്റ്മെന്റും ആ രാജ്യം നൽകണം, ഈ കുട്ടികൾക്ക് വേണ്ട ഉം, പരിചരണം നൽകണം, അവിടെ ജനിച്ചു വീഴുന്നവർക്ക് സിറ്റിസൺഷിപ്പ് ഉൾപ്പെടെയുള്ളത് നൽകണം. അങ്ങനെ വലിയ രീതിയിൽ ഉം, ഒരുപാട് നിയമങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ജർമ്മനി. ജർമ്മനി മാത്രമല്ല, യൂറോപ്യൻ ഉം. യൂണിയൻ മിക്ക രാജ്യങ്ങൾക്കുണ്ട് ഇത്ര നിയമങ്ങൾ. അപ്പൊ ഈ വന്ന് 3 ആഴ്ചത്തേക്ക് വന്നവര് പിന്നെ 3 മാസമാകുന്നു, പിന്നെ അവർ ഗർഭിണികളാകുന്നു, പിന്നെ ഈ എയർപോർട്ടിൽ നിന്ന് അവരെ പറഞ്ഞുവിടാൻ അവരുടെ നിയമം അനുസരിക്കാത്ത രീതിയിലേക്ക് അത് മാറ്റി മറിച്ചു കളഞ്ഞു. ഉം, ഉം. ഞാൻ അതിന്റെ ഒരു തീവ്രത ദിനേശിന് മനസ്സിലായോ? അവിടെ മനസ്സിലായി. വന്നു കഴിഞ്ഞപ്പോ അവിടുത്തെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അവിടെ അവർ ഗർഭിണികളായി മാറി എന്നുള്ളതാണ് ആ ഒരു കാര്യം. കാരണം അവിടുന്ന് അവർക്ക് പറഞ്ഞ് ജർമ്മനിക്ക് അവരുടെ നിയമം അനുസരിച്ച് പറഞ്ഞു വിടാൻ പറ്റില്ല. ആ മാനുഷിക ഉം, അവകാശ സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തുള്ള മറ്റു പാർട്ടികളെല്ലാം പ്രതിഷേധം ഉണ്ടാക്കും. അങ്ങനെ ഒരു ഉം, വലിയ പൊല്ലാപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ചെറിയൊരു കാര്യം മാത്രമാണ് ഇത്. വളരെ കുറച്ച് പേര് ഈ അഫ്ഗാനിൽ നിന്ന് വന്നവരെ കുടിയിരുത്തിയപ്പോൾ അവർക്കുണ്ടായ അനുഭവമാണ്. അപ്പോ ഉം. പെറ്റുപെരുക സ്വാഭാവികമാണ്. മനുഷ്യനായാലും ഏത് ജീവിജാലങ്ങളായാലും അതൊക്കെ സംഭവിക്കും. അതിലല്ല കാര്യം. ഇത് ഈ UK ഒക്കെ അനുഭവിക്കുന്ന വെച്ചാൽ ഇവര് വലിയ രീതിയിൽ കുടിയേറിയവര് അവിടെ ഒരു ശക്തിയാകുകയും ഓരോ മേഖലകൾ പിടിച്ചെടുത്തിട്ട് അവരുടെ നിയമങ്ങൾ, മത നിയമങ്ങളാണ് അവിടൊക്കെ. ഈ ലണ്ടനിൽ പോലും മത നിയമങ്ങളുള്ള ഏരിയകളുണ്ട്. അവിടുത്തെ പോലീസിന് പോലും ചെല്ലാൻ ഭയക്കുന്ന ഏരിയകളുണ്ട്. സ്വാഭാവികമായും അത് ശരി. തദ്ദേശീയരായിട്ടുള്ളവർ അപ്പം സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. കാരണം നമ്മുടെ ഈ മതം
ഒരു ഒരു രാജ്യത്തിന്റെ ഭാഗം നിർണ്ണയിക്കുന്നത് പോലെ തന്നെ ഈ മത പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഉം, മതത്തിന്റെ ഉം, പേരിലുള്ള പൊളിറ്റിക്സ്, അതിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമായിരിക്കും നാഷണൽ പൊളിറ്റിക്സ്. ഈ നാഷണൽ പൊളിറ്റിക്സിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എത്തിക്കഴിഞ്ഞാൽ അതിനെ തകർത്തെറിയുക വളരെ പ്രയാസകരമാണ്. പക്ഷെ മതപരമായിട്ട് വരുന്ന പൊളിറ്റിക്സിൽ നമുക്ക് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കണ്ടെത്താൻ പറ്റും. അപ്പോ ഇത് സ്വാഭാവികമായും നമ്മുടെ നാട്ടില് തന്നെ ഇപ്പോ ആരെങ്കിലും ഉം, വന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു സംഭവം ഞാൻ പറഞ്ഞു, ഈ പുറത്തുനിന്ന് വരുന്നവർ നമ്മൾ ഭായിമാരെന്നാണ്, ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരെ നമ്മൾ ഭായിമാരെന്ന്, ബംഗാളികൾ നമ്മൾ ഉം, പൊതുവെ പറയുന്നത്. ഇവര് ഉം, വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഹഫ്ത വിരിക്കുന്ന ഏരിയകളുണ്ട്. അവർക്ക് പൈസ കൊടുത്താലേ മീൻ കച്ചവടം ചെയ്യാൻ പറ്റൂ. അവർക്ക് മീൻ ഉം, കച്ചവടം ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. അവരുടെ ആൾക്കാരെ അവിടെ ഇരുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള എത്രയോ ഏരിയാസ് നമ്മുടെ ഓരോ ജില്ലകളിലും ഉണ്ട്, അല്ലെ? ഉം, ഇത് ഉം, കുറെ ഒരു ഉം. പരിധി വിടുമ്പോ ഇവർ ഈ ഗുണ്ടായുസിലേക്ക് പോവുകയും ഇവരുടെ ഒരു ഭീഷണി ഒരു പരിധി വിടുമ്പോൾ ഒരുമാതിരി ചോരത്തിളപ്പുള്ള നാട്ടുകാരൻ എന്ത് ചെയ്യും? അവൻ സംഘടിക്കും. അവൻ ചിലപ്പോൾ തല്ലിയെന്നും വരും. അതെ. കാരണം വെച്ചാൽ അവന്റെ ഉം, ഇപ്പൊ ആസാമിൽ എന്താണ് സംഭവം? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട സാധനം. ആസാമിൽ ഈ പൗരത്വ ഭേദഗതിക്കെതിരെ വലിയ സമരം നടന്ന ഒരു സംസ്ഥാനമാണ് ആസാം. ഉം, ആസാമിന്റെ പ്രശ്നം അവിടെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും കുടിയിരുത്തുന്നതല്ല അവന്റെ പ്രശ്നം. 1971 മുൻപ് വന്നവർക്ക് മാത്രം പൗരത്വം കൊടുക്കുകയും 71 ശേഷം ഉം, വന്നവർക്ക് പൗരത്വം കൊടുക്കരുതെന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ പേര് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ പേരെന്ന് ഞാൻ പറയുന്നില്ല, 41% ഹിന്ദുക്കളാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഉം, വന്നിട്ടുള്ള ബംഗാളി ഹിന്ദുക്കൾ, ബ്രാഹ്മിൺസ് അടക്കമുള്ള ബംഗാളി ഹിന്ദുക്കളാണ് ഉം, 40%. അവര് പറയുന്ന ആരും വേണ്ട, 71 ശേഷം വന്ന ആരും വേണ്ട. കാരണം ഈ കുടിയേറിയവർ മുഴുവൻ ഇവരുടെ ആനുകൂല്യങ്ങളാണ് തട്ടിയെടുക്കുന്നത്. ഇവർക്ക് ഉം, കിട്ടേണ്ട സ്കോളർഷിപ്പുകൾ, ഇവർക്ക് കിട്ടേണ്ട സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ അവര് ഉം, അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആയിക്കൊണ്ട് എടുക്കുന്നത്. അതാണ് ആസാമിന്റെ പ്രശ്നം. അപ്പൊ അതുപോലെ ഉം, തന്നെ ഓരോ രാജ്യങ്ങൾക്കും ഉണ്ട്. അപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പം യൂറോപ്യൻ യൂണിയൻ അതിന്റെ ഒരു ഭീകരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ഉം. ഭരണാധികാരികൾ ചെയ്തു കൂട്ടിയ ഒരു നല്ല പ്രവൃത്തി ഇപ്പോൾ അവർക്ക് അതൊരു ദോഷപ്രവൃത്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യം. ഇതില് നമ്മള് വേറൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ബ്രിട്ടന് പിന്നാലെ ജർമ്മനിയും ഇപ്പോൾ കടുത്ത നിയമങ്ങൾക്ക് ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ബിജുട്ട, ഈ സിറിയയിൽ നിന്നും എത്തിയ ഒരു അഭയാർത്ഥി, അയാൾ IS അടക്കം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരാള് ജർമ്മനിയിൽ എങ്ങനെ കയറിപ്പറ്റി എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാത്ത ഒരു കാര്യം. അത് IS അയാൾ പ്രവർത്തിച്ചു എന്നുള്ളതല്ല. അയാള് ഉം, ISISന്റെ ഇപ്പൊ ജർമ്മനിയിലുള്ള മൊഡ്യൂൾ ഉണ്ട്, ഈ സ്ലീപ്പർ സെല്ലുകൾ ഉം, എന്നൊക്കെ പറഞ്ഞില്ലേ, മൊഡ്യൂളിന്റെ ഉം, 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 ഭാഗമാണ് ഇന്ന് അയാൾ. 26 വയസ്സേ ഉള്ളൂ ആ ഉം, കുത്തിയ ആൾക്ക്. വലിയ പ്രായമൊന്നുമില്ല, 26 വയസ്സുള്ള ഒരു യുവാവാണ്. അപ്പോ ആ യുവാവിന് ഈ ISISയുടെ സ്ലീപ്പർ സെല്ലിന്റെ അല്ലെങ്കിൽ അതിന്റെ മൊഡ്യൂളിന്റെ ഭാഗമായിരുന്നു. അത് അദ്ദേഹം ജർമ്മനിയിൽ ഉം, എത്തിയതിനു ശേഷമായിരിക്കാം. ഒരുപക്ഷെ ജർമ്മനിയിൽ തന്നെ ഉം. ജനിച്ചു വളർന്ന ഒരു യുവാവായിരിക്കാം. പിന്നീട് ഈ ബ്രെയിൻ വാഷുകളുടെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലാസ്സുകളുടെ ഭാഗമായിട്ടോ അത്തരത്തിൽ ആകൃഷ്ടരായി ആ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും അല്ല, ഇവരുടെ ഒരു അദ്ദേഹം. അത് പ്രവർത്തന രീതി അങ്ങനെ കൂടെയാണല്ലോ. അതായത് ഇപ്പോ കുടിയേറ്റക്കാരായിട്ട് വന്ന അഭയാർത്ഥികൾ മിണ്ടാതിരിക്കും, പിന്നീട് ഇവരുടെ പിൻതലമുറകൾ ഉണ്ടാകുമ്പോഴാണ് ഇവർ വലിയ അവകാശവാദങ്ങൾ അവിടെ ഉയർത്തുന്നത്. ഞങ്ങൾ തലമുറകളായിട്ട് ഇവിടെ ജീവിച്ചു വരുന്നവരാണെന്ന് പറഞ്ഞ് അങ്ങനെയല്ലേ. അപ്പോ ഇത് വേറൊരു കാര്യം, ഈ യൂറോപ്പില് വലിയ രീതിയിൽ വലതുപക്ഷ പാർട്ടികൾ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ലണ്ടനിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ലണ്ടൻ പാർട്ടി ലേബർ പാർട്ടിയെ കവച്ചു വെച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ മുന്നോട്ട് വരികയാണ്. അവര് ബ്രിട്ടനിൽ അധികാരത്തിലേറി കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം കുടിയേറ്റക്കാരെ മുഴുവൻ അവിടെ അടിച്ചു പുറത്താക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി നമ്മൾ ജർമ്മനിയിലോട്ട് പോയി കഴിഞ്ഞാൽ AFD, ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറഞ്ഞ് ജർമ്മനിയുടെ പാർട്ടി ഒരു ഓൾട്ടർനേറ്റീവ് പാർട്ടി വരികയാണ്. അത് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് വരാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ ഫ്രാൻസിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ റിനേസൻസ് പാർട്ടി, അത് നമ്മുടെ ഇമാനുവൽ മാക്രോണിന്റെ പാർട്ടിയാണ്. പക്ഷെ ഈ പാർട്ടിയുടെ പേരൊക്കെ ഇംഗ്ലീഷിലുള്ള തർജ്ജിമകളാണ് ഞാൻ പറയുന്നത്. അത് ഫ്രഞ്ചിൽ വേറൊരു പേരാണ്, റിനേസൻസ് പാർട്ടി എന്നാണ് അതിന്റെ പേര്. അതിനെ കവച്ചു വെച്ചുകൊണ്ട് നാഷണൽ റാലി എന്ന് പറയുന്ന ഒരു NR എന്ന് പറയുന്ന ഒരു തീവ്ര വലതുപക്ഷ പാർട്ടി അവിടെ ഉയർന്നു വരുന്നു. ഇപ്പോ ഇറ്റലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി, നമ്മുടെ മെലണിയുടെ പാർട്ടി ഉയർന്നു വന്ന് നിൽക്കുന്നു. ഗ്രീസിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ റൈറ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അവിടെ വലിയ രീതിയിൽ പ്രബലമായിക്കൊണ്ടിരിക്കുന്നു. അതായത് യൂറോപ്പിലെങ്ങും നോക്കിക്കഴിഞ്ഞാൽ ഈ വലതുപക്ഷ പാർട്ടികളുടെ ഒരു അതിപ്രസരം നമുക്ക് അടുത്ത ഒരു 10 വർഷത്തിൽ അതിഭീകരമായിട്ട് കാണാൻ സാധിക്കും. ഈ മുമ്പൊരു വാർത്ത ഉണ്ടായിരുന്നു, നമ്മുടെ ഈ BJP 2014 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ഉം, ശേഷം ഈ JP നദ്ദയെ കാണാനായിട്ട് നേപ്പാളിൽ നിന്നും ഒപ്പം തന്നെ ശ്രീലങ്കയിൽ നിന്നുമൊക്കെ ചില രാഷ്ട്രീയ നേതാക്കൾ വന്നു. അതിൽ ശ്രീലങ്കയിൽ നിന്ന് വന്ന ചില നേതാക്കന്മാർക്ക് ഈ BJPയുടെ ഉം, ഒരു ബ്രാഞ്ച് ശ്രീലങ്ക തുറക്കാൻ വേണ്ടിയിട്ട്, BJP എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി, ഭാരതത്തിന്റെ ജനങ്ങളുടെ പാർട്ടിയാണ്. അപ്പൊ അതേ ഉം, മാതൃകയിൽ അതിന്റെ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് ശ്രീലങ്കയിൽ ഒരു പാർട്ടി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് വന്നത്. എനിക്ക് തോന്നുന്നത് ആ ചർച്ചകളും മറ്റും നടന്നത് ഞാനടക്കം വാർത്ത ചെയ്തിരുന്നു. അത് 2022 ആ സംഭവം നടന്നത്. പക്ഷെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാമെങ്കിൽ കാണാൻ കഴിയും.
അപ്പൊ അവരങ്ങനെ ഒരു പാർട്ടി, അന്ന് ആ പാർട്ടിക്ക് ഒരു ചെറിയ പേരും ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ ക്ലാസ് എങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു സിസ്റ്റം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. ശ്രീലങ്കയിൽ നിന്നും അങ്ങനെ അവര് വന്നിരുന്നു, നേപ്പാളിൽ നിന്നും വന്നിരുന്നു. അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ബി ജെ പി പഠിക്കാനായിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അനവധി പാർട്ടികൾ വരുന്നുണ്ട്. അതിനകത്ത് വന്ന പാർട്ടിയാണ് ഈ മെലോണിയുടെ പാർട്ടി. അതിന്റെ പ്രതിനിധികളെ ബി ജെ പിയുടെ പല സമ്മേളനങ്ങളിലും അയക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഈ ധനുഷ് പറഞ്ഞ പല പാർട്ടിയുടെയും മെമ്പർമാര് ബി ജെ പിയുടെ പല പരിപാടികളിലും പങ്കെടുക്കാറ്. കാരണം എങ്ങനെയാണ് ബി ജെ പി അതിന്റെ ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അതായത് ഒരു ദേശീയത എങ്ങനെയാണ് ആ പാർട്ടിയുടെ ഒരു കരുത്താകുന്നത് പഠിക്കുവാനും മറ്റുള്ളതുമായിരുന്നു. അപ്പോ അങ്ങനെ ഒരു, അതായത് അന്ന് ബി ജെ പിക്കാര് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ലോകം മുഴുവൻ ഞങ്ങളുടെ പാർട്ടി വരും, ഞങ്ങളുടെ പാർട്ടി ഉണ്ടാക്കും. ഓൾറെഡി അവർക്ക് ഈ ഓവർസീസ് ബി ജെ പി എന്നും ഒരു ഘടകമുണ്ട് ബി ജെ പിക്ക്. അതായത് വിദേശങ്ങളിലുള്ള ബി ജെ പിയുടെ യൂണിറ്റുകളെ ഓവർസീസ് ബി ജെ പി എന്നാ പറയുന്നത്. അത് വിവിധ രാജ്യങ്ങളുണ്ട്. അതല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഞങ്ങളുടെ ബ്രാഞ്ചുകൾ എല്ലായിടത്തും ഉണ്ടാകും, ഞങ്ങൾ ഈ ലോകം ഭരിക്കും, ബി ജെ പി ഇനി ലോകം ഭരിക്കുന്ന ഒരു കാലം വരും എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ അവരത് പറഞ്ഞതിനെ നമ്മൾ തമാശയായിട്ട് കാണേണ്ട കാര്യമില്ല. ഇപ്പോ ഈ ധനുഷ് പറഞ്ഞ ഈ പാർട്ടികളെല്ലാം പ്രോഗ്രസീവ് പാർട്ടി ആയാലും നാഷണൽ റാലി ആയാലും AFD ആയാലും ഒക്കെ തന്നെ അതെല്ലാം ഒരു ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന ഒരു പാർട്ടികളാണ് ഇവിടെ. ഇവരെല്ലാം എങ്ങനെയാണ് അവിടെ വന്നത്? യൂറോപ്യൻ കൺട്രീസിനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും, അവർക്ക് ദേശീയത ഭയങ്കരമാണ്. യൂറോപ്യൻ കൺട്രീസ് നമ്മളെ പോലെയല്ല, നമ്മളെക്കാൾ വളരെ തീവ്രമാണ് അവരുടെ ദേശീയത. പക്ഷെ ആ ദേശീയതയ്ക്ക് അപ്പുറത്ത് അവർ കുറെ മാനുഷികം അല്ലെങ്കിൽ മതേതരത്വം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം ഇരുത്തിയിരുന്നത്. ഇന്നത് മാറി അവർ തീവ്രമായ ഒരു ദേശീയത, നമ്മളുടെ രാജ്യത്ത് നമുക്ക് സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് മാറിയപ്പോഴാണ് അവരൊക്കെ അത്തരത്തിൽ പാർട്ടി വന്നത്. ഈ ലണ്ടനിൽ രൂപീകരിച്ച പാർട്ടി 2018 രൂപീകരിച്ചൊരു പാർട്ടിയാണ്. അതായത് ഏകദേശം ഒരു 6 വർഷം മുമ്പ് രൂപീകരിച്ചൊരു പാർട്ടി ഇത്തവണത്തെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ 18% വോട്ട് നേടിയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 2018 അത് വെറും ഒരു ശിശുവായ ഒരു പാർട്ടിയാണ് അവിടെ 18% വോട്ട് നേടിയിരിക്കുന്നത്. 5 സീറ്റ് അവർ നേടി അവരുടെ പാർലമെന്റിൽ. ചെറിയ കാര്യമല്ലത്. 5 സീറ്റ് അവർ നേടി. ജർമ്മനിയില് അവര് ഭരണം പിടിക്കുമെന്നാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. ആ രീതിയിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഈ ഫ്രാൻസിൽ എന്താണ്, അവിടെ അവർ നിരന്തരമായിട്ടുള്ള ഇതേപോലുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ പൊറുതിമുട്ടിയ ജനമാണ്. അത്തരത്തിലേക്ക് മാക്രോൺ ഒരിടയ്ക്ക് ഒരു വലിയ ദേശീയതയൊക്കെ കൊണ്ടുവന്നെങ്കിലും അത് കാപട്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജനം പുതിയ പാർട്ടിയിലേക്ക് പോകുന്നത്. നാഷണൽ റാലി എന്നാണെന്ന് തോന്നുന്നു ആ പാർട്ടിയുടെ പേര്. അവർ ആ രീതിയിലേക്ക് അതെ നാഷണൽ റാലി പാർട്ടിയിലേക്ക് അവർ പോകുന്നു. അപ്പം ഇങ്ങനെ എല്ലായിടത്തും ഗ്രീക്കില് അങ്ങനെ വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തീവ്ര വലതുപക്ഷത്തിലേക്ക് പോകുന്നു. ഇവിടെയാണ് ഇതിന്റെ ഒരു അപകടം നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. കാരണം എല്ലായിടത്തും ഈ അഭയാർത്ഥികളെ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയില് നമ്മൾ അഭയാർത്ഥികളായിട്ട് വരുന്നവരല്ലേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. റോഹിംഗ്യകൾ അടക്കമുള്ളവരെ, ഇല്ല ബംഗ്ലാദേശികൾ അടക്കമുള്ളവരെ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ജോലിയും ഫുഡും എല്ലാം ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നടക്കുന്ന മിക്കവാറും എല്ലാ ക്രിമിനൽ സംഘർഷങ്ങളിലും ഇല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലെല്ലാം വളരെ സജീവമായിട്ട് ഈ പേര് കിട്ടുന്നത് എവിടെയാണ്? പലപ്പോഴും ഈ പ്രതികളെ പിടിക്കുന്നത് എവിടെയാണ്? ബംഗ്ലാദേശ് ബോർഡറിൽ കൂടെ അല്ലേ പിടിക്കുന്നത്, ഇല്ലെങ്കിൽ മറ്റെവിടെങ്ങളിൽ നിന്നാണ് പിടിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം അഭയാർത്ഥികളായി വരുന്നു, അത് പിന്നീട് ഇവർ ആതിഥേയരായി മാറുന്നു, പിന്നീട് ഇവർ അപകടകാരികളായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഇവരുടെ ഒരു അജണ്ട നടപ്പാക്കാൻ വരുന്നു എന്നൊരു ധാരണ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കൊക്കെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഇതൊരു സമുദായത്തിനെതിരല്ല, ഒരു മതവിഭാഗത്തിനെതിരുമല്ല. കാരണം ലോകത്തൊരു മതവും അക്രമം നടത്താൻ ആരെങ്കിലും കൊല്ലാനോ പറയും എന്ന് കരുതുന്നില്ല. ഇപ്പൊ ഇതിനകത്തൊരു ചെറിയ വിഭാഗം എല്ലായിടത്തുമുണ്ട്. അതായത് പണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാര്, നമ്മൾ കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ CPM-മാരെ അല്ല പറയുന്നത്, അവർ കമ്മ്യൂണിസ്റ്റുകാരാണോ അല്ല എന്നുള്ളതല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആശയം കൊണ്ടുവന്നപ്പോൾ മാവോ സെത്തുങ് പറഞ്ഞത് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്നാണ് പറയുന്നത്. അതായത് തോക്കെടുക്കൂ, വെടിവെക്കൂ, എന്നിട്ട് നമ്മുടെ വിപ്ലവം നടപ്പാക്കൂ. എന്നിട്ട് എന്തായി? ആ കമ്മ്യൂണിസം ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇവര് പറയുന്നത്, കൊന്നൊടുക്കൂ, കൊന്നൊടുക്കിയിട്ട് നമ്മുടേതായ ഒരു രാജ്യം സ്ഥാപിക്കാം. ഇവര് സ്ഥാപിച്ച ഏതെങ്കിലും രാജ്യം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? എല്ലാം തെണ്ടിത്തിരിഞ്ഞ് കുത്തുവാഴെടുത്ത് ആകപ്പാട തമ്മിത്തരി നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളല്ലേ. അപ്പൊ അവിടെയല്ല ഇവരുടെ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ പറഞ്ഞു, ഒരു ചെറിയ വിഭാഗം നൊട്ടോറിയൽസ് ആയിട്ടുള്ള കുറെ ആളുകള് അവരുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്നതാണ്. അല്ലാതെ ഇതിനെ തീവ്രവാദം എന്നല്ല പറയുന്നത്. ശരിക്കും പറഞ്ഞത് കൊള്ളയടിയും കൊലപാതകമാണ്. ഒരു 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 കൊള്ളയടിയും കൊലപാതകം നടത്തുന്ന ഒരു വിഭാഗമാണ് ഇവര്. ഒരിക്കലും ഒരു മതത്തിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് ഒരിക്കലും പറയാനേ കഴിയുന്നത് ഒരു കൊള്ള സംഘമാണ്. അപ്പൊ ഇതിനെ തിരിച്ചറിഞ്ഞ യൂറോപ്യൻ കൺട്രീസ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം. അതാണ് ഇന്ത്യയുടെ മറ്റൊരു ജർമ്മനി ജർമ്മനി കടുത്ത നിലപാടുകളിലേക്ക് പോകുമോ? ജർമ്മനിയിലും നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് മലയാളികളുണ്ട്. ഇപ്പൊ ബിജുവേട്ട ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മലയാളികൾ തന്നെ വന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ അഭയാർത്ഥികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് പല മലയാളികളും എന്ന് പറയുന്ന വീഡിയോസ് ഇപ്പോ ഈസിലി അവൈലബിൾ ആണ്.
ഇപ്പൊ എല്ലാം ഡിജിറ്റൽ യുഗമായിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണല്ലോ. നമ്മളിപ്പോ കേരളത്തിൽ ഇരുന്നാലും നമുക്ക് ലണ്ടനിൽ ഒരു സ്ഥലത്തെത്തണമെങ്കിൽ ഫോണിലൂടെ ഈസി ആയിട്ട് എത്താം, അവിടെയുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാം, ഹോട്ടൽസ് ബുക്ക് ചെയ്യാം, അവിടെ നടക്കുന്ന വാർത്തകൾ അറിയാം, അവിടെയുള്ള അലയൊലികൾ അറിയാം, അവിടെയുള്ള രാഷ്ട്രീയത്തിലെ ഉള്ളുകളികൾ അറിയാം, അവിടെ നടക്കുന്ന ടെററിസത്തിന്റെ എന്താണ് ബാക്ക്ഗ്രൗണ്ടുകൾ അറിയാം, ലോക ടെററിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ എല്ലാം അറിയാമല്ലോ. അപ്പൊ ഇപ്പൊ നമുക്ക് അവിടെയുള്ള മലയാളികൾ തന്നെ പറയുന്നുണ്ട് വലിയ ശല്യമാണ് ഇവിടെ യവന്മാരെ എല്ലാം കൊണ്ടുവന്നത്. പക്ഷേ ദൗർഭാഗ്യകരമായിട്ട് അതിനകത്ത് നമ്മുടെ ആൾക്കാരും ഉൾപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ജർമ്മനി ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് ഒരുപാട് മലയാളികൾ എന്നുള്ളത്. അല്ലെ, ഈ കുടിയിറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയ ഒന്നുമല്ല. ഈ കുടിയേറിയവരെ മുഴുവൻ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അത് ഘട്ടം ഘട്ടമായി പക്ഷേ നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ വിചാരിക്കും ബിഷട്ടെ. ഇപ്പൊ നമ്മളൊരു പുതിയ ലോകമാണല്ലോ, നമ്മുടെ ഡെമോക്രസി, രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരാറുകൾ, എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഉഗാണ്ടയുടെ കഥ നമുക്കറിയാമല്ലോ. ഉഗാണ്ടയിൽ ഈദി അമീൻ എന്ന് പറഞ്ഞ വലിയൊരു ഭരണാധികാരി വന്ന ശേഷം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് കൊടുത്ത നിയമങ്ങളും അവിടെ നിന്നും ഇന്ത്യക്കാർ കുടിയിറക്കപ്പെട്ടതും എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഈ രീതിയിലുള്ള പീഡനങ്ങൾ ഇന്ത്യക്കാരെ അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ വേറൊരു മിനി ഇന്ത്യ ആയിരുന്നു ഉഗാണ്ട എന്ന് പറയുന്നത്. അയാൾ അവിടെ വന്നിട്ട് അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞത് ഇന്ത്യക്കാർ ഇവിടെ ഹിറ്റ്ലർ നടപ്പിലാക്കിയ അതേ പരിപാടിയാണ്. ഇന്ത്യക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ് അവിടെ കോടീശ്വരന്മാരായിട്ടുള്ള ഇന്ത്യക്കാർക്കൊക്കെ അയാൾ കൊടുത്ത നിയമം 4 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണം. പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ കൊള്ളാവുന്ന സാധനം മാത്രമേ എടുക്കാവൂ. അതായത് എനിക്ക് അവിടെ 1000 കോടി രൂപയുടെ സ്വത്തുണ്ടെങ്കിൽ കയ്യിൽ കൊള്ളാവുന്ന ഒരു ബാഗിൽ കൊള്ളാവുന്ന തുണിയും മണിയും മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് നിയമം. അപ്പൊ ഇതുപോലുള്ള പാർട്ടികൾ അവിടെ കയറുമ്പോൾ നമ്മൾ ഇന്ത്യക്കാര് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിയമവന്മാര് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ചിലപ്പോൾ വിവരമില്ലാത്തവന്മാരാണെങ്കിൽ എന്ത് ചെയ്യും, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾ മുഴുവൻ അത് വലിയ ഇഷ്യൂലേക്ക് പോവില്ലേ? ഒരിക്കലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊന്നും ഇപ്പം ധനുഷ് പറഞ്ഞ പോലെ ഒരു ഈദി അമീനോ ആ ഉം, റൂൾസോ വരാൻ യാതൊരു സാധ്യതയില്ല. അതും ഉം, ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഉം, പ്രാന്തന്മാർ ഉം, കയറുന്നതും ഇവര് ഒരു പ്രാന്തന്മാരല്ല. ഇവര് പറയുന്നത് ഉം, ഇവരുടെ പ്രധാന പ്രശ്നം എന്താണ്, ഇവര് ഈ കുടിയേറ്റക്കാരെ മുഴുവൻ ഇവിടുന്ന് കുടിയിറക്കണമെന്നല്ല പറയുന്നത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ ചെയ്യാൻ ഉം, പോകുന്നത് കാര്യം, ഇപ്പൊ ജർമ്മനിയുടെ കഴിഞ്ഞ ദിവസം അവരുടെ ചാൻസലർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളിപ്പം ഈ കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നത്. അതിനിപ്പോ അവരാദ്യം ഇപ്പൊ ബ്രിട്ടൻ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്, അങ്ങോട്ടേക്ക് ഇപ്പൊ കുടിയേറ്റക്കാരെ ആരെയും എടുക്കുന്നില്ല. അത് അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഉം, സെക്കൻഡ് സ്റ്റെപ്പ് ഉം, അവരെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിലും ഈ പ്രശ്നകാരികളായിട്ടുള്ളവന്മാരൊക്കെ ഇവർ പതുക്കെ പതുക്കെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും തള്ളാൻ നോക്കും. അതാണ് അവിടെ ഉം, നടക്കുന്നത്. അല്ലാതെ ഇപ്പം ഉം, പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ അവിടെ ഈ യു കെയിലെ ഇരുമ്പ് ഉരുക്ക് വ്യവസായത്തിന്റെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആരാണ്? മിത്തലല്ലേ? ബംഗാളി അല്ലേ? അതെ, അതെ, ഇന്ത്യക്കാരനല്ലേ? അതെ, ആ മിത്തലെ അതെ, അതെ. മിത്തലെ വേണ്ടെന്ന് യു കെക്ക് പറയാൻ പറ്റും? ഉം, യു കെയുടെ ഏറ്റവും സോട്ട് സാധനം മിത്തലിന്റെ ഇരുമ്പ് ഉരുക്ക് വ്യവസായം വഴി. അതൊന്നും അങ്ങനില്ല. അവിടെ ഒന്നും അങ്ങനെ പറയാനുള്ള സാധ്യതകളും ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഈ തദ്ദേശീയരായിട്ട് ധനുഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എല്ലായിടത്തും ഈ തദ്ദേശീയരായിട്ടുള്ള തൊഴിലാളികൾ വേണമെന്ന്. അതിപ്പോ ഗൾഫ് കൺട്രീസും ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ആൾക്കാരെ കൂടുതൽ ജോലി വേണമെന്ന്. പക്ഷെ ഉം, അവര് വേണ്ടത്ര കിട്ടാനില്ലാത്തത് കൊണ്ടാണ് വീണ്ടും മലയാളികളെ തന്നെ ഈ ഗൾഫ് കൺട്രീസ് വെക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അവരത്രയും മെനക്കെട്ട് നിൽക്കത്തില്ല. നമ്മുടെ ഈ ഇന്ത്യക്കാരന്മാരൊക്കെ പണിയെടുക്കുന്നതിന്റെ അത്രയും അവർ മെനക്കെട്ട് നിൽക്കുന്നില്ല. ഇപ്പൊ യു കെയിലും അമേരിക്കയിലും ഒക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. കാരണം തദ്ദേശീയർക്ക് ജോലി കൊടുക്കണം. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, പണ്ട് തൊട്ടേ അവർ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്ത് പറ്റുമെന്ന് ഉം, വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോസ്പിറ്റലുകാർക്കും മറ്റുമൊക്കെ ഈ നഴ്സുമാരടക്കമുള്ളവര് നമ്മുടെ നഴ്സുമാരെ വെക്കുമ്പോൾ അവർക്ക് ലാഭമാണ്. കാരണം അതെ, അതെ. നമുക്ക് കൊടുക്കേണ്ട അപ്പം അവരുടെ ഒരു തദ്ദേശീയരായ ഒരു നഴ്സിനെ വെക്കുമ്പോൾ കൊടുക്കുന്ന പേയ്മെന്റ് അല്ല നമ്മുടെ ഒരാൾക്ക് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുമില്ല. അവരവിടുത്തെ അവരുടെ രാജ്യക്കാരാണ്, അവർക്ക് ഒരുപാട് ഉം, ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരും. സർക്കാരിന് വലിയൊരു ബാധ്യതയും ചെലവായി മാറും. ഉം, അവിടെയാണ് ഉം, നമ്മുടെ, ഉം, കാരണം നമ്മുടെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹാർഡ് വർക്കാണ്. നമ്മുടെ ഈ ആളുകൾക്ക് ഉം, ഏറ്റവും കൂടുതൽ ജോലി നേടിക്കൊടുക്കുന്ന ഉം, ഒരു സാധനം ഹാർഡ് വർക്ക്. നമ്മൾ തമാശയായിട്ട് പറയും, ഉം, നാട്ടിൽ ഒരു പണിയും ചെയ്യാത്തവനൊക്കെ ഗൾഫിൽ പോയി നല്ല കട്ടപ്പണിയാണ് ചെയ്യുന്നത്. ഈ നമ്മുടെ ഹാർഡ് വർക്കിനാണ് അവർ അംഗീകാരം നൽകുന്നത്. അതിനെ ഒന്നും യൂറോപ്യൻ ഉം, കൺട്രീസ് തള്ളിക്കളയില്ല. അത് മാത്രമല്ല, ഇന്ത്യയെ പോലെ ഒരു രാജ്യം ഇപ്പൊ പഴയതുപോലെ അല്ല. ഇന്ത്യയെ തള്ളിക്കളഞ്ഞുകൊണ്ടോ ഇല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടോ ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ ഉം, ദിവസം ഉം, നമ്മുടെ ഈ സെലൻസ്കി, ഉക്രൈന്റെ ഉം, പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞൊരു വാചകമുണ്ട്: ഇന്ത്യ ഇന്ന് ഉം, ലോകത്തിലെ വലിയ ശക്തിയാണ്, അവരെ മാറ്റി നിർത്തി ഉം, ഒന്നിനും കഴിയില്ല. ഇന്ത്യയിലാണ് ഈ ഉം, സമാധാന ഉച്ചകോടി നടക്കും. ഇപ്പോൾ സമാധാന ഉച്ചകോടി നടക്കാൻ പോകും. സമാധാന ഉച്ചകോടി ഉം, ഇന്ത്യയിലാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവിടെ പങ്കെടുക്കുന്നതിന്. എന്നിട്ട് അദ്ദേഹം ഉം, പറഞ്ഞ പുട്ടിനുമായി അവിടെ വെച്ച് സംസാരിക്കാൻ താല്പര്യം. കാരണം ഇന്ത്യ ഒരു പ്രധാന കേന്ദ്രമായി എല്ലായിടത്തും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ ഉം, പിന്നെ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ എങ്ങും പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കേട്ടു. മോഷണോ ഇല്ല പിടിച്ചു പറിയോ കൊലപാതകം അത് വേറെ കാര്യം.
അല്ലാതെ ഈ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഇല്ലെങ്കിൽ കൊലപാതകത്തിനോ ഒന്നും നമ്മുടെ ആളുകളെങ്കിലും പോയതായിട്ട് ഒരു വാർത്ത പോലും ഇതുവരെ വന്നിട്ടില്ല. പൊതുവെ സമാധാന പ്രിയരാണ് നമ്മുടെ ആൾക്കാർ. പിന്നെ എന്താ നമ്മുടേതായ റിപ്പബ്ലിക് ഡേയും ഒക്കെ ഇപ്പോഴാണ് അവർ കൂടുതലും ആഘോഷിക്കുന്നത്. അതും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് ആഘോഷിക്കുന്നത്, അല്ലാതെ അതിനകത്ത് ഒരു പ്രകടനമായിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പം അങ്ങനെ നമ്മുടെ രാജ്യങ്ങൾ ഇന്നുവരെ എങ്ങും ഇന്ത്യക്കാർ പോയി ചെയ്തതായിട്ടോ, കാരണം ഗൾഫ് കൺട്രീസിലെ ഒരു ക്രൈം റേറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമാണ്. അവരെയൊക്കെ ഇപ്പൊ അവന്മാർ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പണി പോലും ഇപ്പൊ അവർക്ക് കിട്ടാത്ത സാഹചര്യം. അവിടെയാണ് ഇന്ത്യ പോലൊരു രാജ്യത്തിന് നമുക്കൊരു ഒരു ക്രെഡിബിലിറ്റി നമ്മളെ കുറിച്ച് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് തിരിച്ചു ഇപ്പൊ വന്ന മോദി കയറിയതിനു ശേഷം വന്നാണ് മോദി വന്നത്. അതൊക്കെ ഉറപ്പിച്ച് എന്ത് തന്നെ പറഞ്ഞാലും ബി.ജെ.പിയുടെ എതിർപ്പ് പറഞ്ഞാലും മോദിയെ എതിർത്ത് പറഞ്ഞാലും മോദി വന്നതിന് ശേഷം ഇന്ത്യക്കാർക്ക് കിട്ടിയ വിലയും നിലയും ഒന്നും പണ്ടില്ലായിരുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മളൊക്കെ ഈ നാട്ടിൽ ജനിച്ച് വളർന്നതല്ലേ. ഇവിടുന്ന് ഈ മലയാളി ഉണ്ടായിരുന്നല്ലേ വിദേശകാര്യമന്ത്രി, എന്തായിരുന്നു മൊട്ട ഏറ് കിട്ടുമെന്ന് പറഞ്ഞു അവിടെ ചെന്നിരുന്നെങ്കിൽ. അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പൊ ഗൾഫ് കൺട്രീസിൽ പര്യടനത്തിന് പോകാൻ നിങ്ങൾ വന്ന മൊട്ടയേർ നടത്തുമെന്ന് മലയാളികളായിട്ടുള്ള സംഘടനകൾ പറയേണ്ട, അവര് പരസ്യമായി പറയേണ്ട അവസ്ഥ വന്നില്ലേ? എന്നിട്ട് എന്തെങ്കിലും നടന്നു? ഇവിടുന്ന് ഇല്ലായിരുന്നു വിദേശകാര്യമന്ത്രിമാർ, എന്തെങ്കിലും നടന്നിട്ടുണ്ട്? ഇന്ന് ജയശങ്കർ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഏതാണ്ട് ബഹുഭൂരിപക്ഷം ഇന്ത്യൻ ജനതയ്ക്കും അറിയാം. ജയശങ്കർ ആണ് നമ്മുടെ വിദേശകാര്യമന്ത്രി അല്ലേ? മുമ്പ് നമുക്ക് വിദേശകാര്യമന്ത്രി ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരാളുടെ പേര് ധനുഷ് ഓർത്ത് പറ. മലയാളികൾ ഉണ്ടായിരുന്നല്ലോ? ഒരാളും ഇല്ലായിരുന്നു. ഈ ഇവര് വിദേശത്ത് പോകാറുണ്ടായിരുന്നു കുറെ പരിവാരങ്ങളുമായിട്ട്. അല്ലാതെ വിദേശത്ത് പോയിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഗുണപ്പെടുന്ന ഒരു കുന്തവും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വിലയും നിലയും ഉള്ള ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു പലയിടത്തും. അതിന് ഒന്ന് നമ്മുടെ ശരിക്കും നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ രാജ്യത്തു നിന്ന് പോകുന്ന പൗരന്മാർക്ക് നല്ല കപ്പാസിറ്റി ഉള്ള പൗരന്മാർ തന്നെയാണ്. അവരെ തിരിച്ചറിയപ്പെടാതെ ചവിട്ടി തൂത്ത് കിടന്നിടത്താണ് അവർക്കൊരു ലീഡർ വന്നത്. അവർക്ക് ആകെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്കൊരു ലീഡർ ഇല്ലായിരുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെ സംബന്ധിച്ച് ഒരു ലീഡർ വന്നത്, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടടാ എന്നൊരു ധാരണ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു പവർ കിട്ടിയത്. കാരണം അവർക്കറിയാം ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ഒരു പ്രതിസന്ധി പെട്ടാൽ തങ്ങളെ രക്ഷിക്കാൻ ഒരു രാജ്യമുണ്ട്, ഇല്ലെങ്കിൽ തങ്ങളെ രക്ഷിക്കാൻ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് 2014 മുമ്പും. എന്നിട്ട് എന്തായി അതിന്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോ ഞാനതാ പറയുന്നത്, അത് രാഷ്ട്രീയം ആയിട്ട് നമ്മളെല്ലാം രാഷ്ട്രീയമായിട്ട് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ആയിക്കോട്ടെ, രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ബി.ജെ.പി ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അതിനെ എതിർക്കാം, മോദി ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എതിർക്കാം. പക്ഷെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ കൂടി നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല. ഇപ്പൊ നമുക്ക് കിട്ടുന്ന പവർ അതാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യം. ഇപ്പൊ എന്തായിരുന്നാലും ബ്രിട്ടന് പുറമെ ജർമ്മനിയിലും കലാപത്തിന്റെ ആ ഒരു ഇഗ്നിഷൻ വന്നിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. യൂറോപ്പ് മുഴുവനും ഇത്തരത്തിൽ വലതുപക്ഷ പാർട്ടികൾ ശക്തി പ്രാപിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. വലിയ വലിയ ആക്രമണങ്ങൾ പല ഭാഗത്തും നടക്കുന്നു. നമുക്കറിയാം ഫ്രാൻസിലൊക്കെ ഒളിമ്പിക്സ് നടന്നപ്പോൾ ഒളിമ്പിക്സിന്റെ തൊട്ട് മുൻപുള്ള ദിവസം പോലും അട്ടിമറി ശ്രമം നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പൊ ഇതൊക്കെ വലിയ രീതിയിലാണ് യൂറോപ്യൻ നേഷൻസ് എല്ലാം നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്, നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ, പല കാര്യങ്ങളും വരും. ഇപ്പൊ തന്നെ പല രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള പ്രവേശനം പല രാജ്യങ്ങളും അഭയാർത്ഥികൾക്ക് വിലക്കുന്ന സാഹചര്യമുണ്ട്. വരുന്ന ആൾക്കാർ, ഇവൻ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് പോലും കർശനമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കുന്ന സാഹചര്യം വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം ഏത് രീതിയിൽ തിരിയുമെന്ന് നമുക്ക് കണ്ടു തന്നെയാണ്. താങ്ക് യു ടീച്ചർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.